എത്തിയല്ലോ. ആ പിന്നെ നമ്മുടെ ആ ഫ്ലവേഴ്സ് കണ്ടോ? അതിവിടെ എവിടെയെങ്കിലും കാണും. അല്ല, ഈ TV സീരിയലിലെ പെമ്പിള്ളേരുടെ കൂട്ടെ നല്ല സാരിയൊക്കെ കൊടുത്ത് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടാണല്ലോ നിന്റെ ക്ലീനിങ്. ഇതെന്നാ പറ്റി? അതെ, ആ ഷൈനി വിളിച്ചിരുന്നു. അവരിപ്പോൾ ഇങ്ങോട്ട് വരുമെന്നുണ്ടെന്ന്. അവരുടെ ഇളയ മോൻ്റെ ഹോളി കമ്മ്യൂണിയനാ, അതിന് ഇൻവൈറ്റ് ചെയ്യാൻ. അല്ല, ഈ ഷൈനി വരുമ്പോൾ മാത്രം നിനക്കെന്നാ ഇത്ര പ്രത്യേകിച്ചൊരു ഒരുക്കവും ഒരു ക്ലീനിങ്ങും ഒക്കെ? അച്ഛൻ അവരുടെ വീട്ടിൽ പോയിട്ടുള്ളതല്ലേ, അവരെങ്ങനെ അത് ഇടുന്നൊന്നും കണ്ടിട്ടുള്ളതല്ലേ. അതൊന്നും പോരാഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ അവളുടെ ആ അണിഞ്ഞൊരുങ്ങിയുള്ള ഇരിപ്പ് നമ്മളായിട്ട് എന്തിനാ കുറയ്ക്കുന്നേ? എടി, അവരുടേത് $1 മില്യൺ വീടാ, അവർ പണക്കാരാ. അതുപോലെ ഇപ്പം നമ്മൾ തുള്ളേണ്ട കാര്യമൊന്നുമില്ല. എന്ന് വെച്ച് നമുക്കുള്ളത് വൃത്തിയാക്കി ഇട്ടൂടെ? ഞാൻ ഫ്ലവേഴ്സിൽ വെക്കാനുള്ള പൂ മേടിച്ചത് അതെന്തി? അല്ലടി, ഈ ഷൈനിയുടെ കൂടെ ജേക്കബും വരുന്നുണ്ടോ? അല്ല, ഉച്ചയ്ക്ക് അങ്ങേരെ സഹിക്കാന്ന് പറയണതേ ഇച്ചിരി പാടാ. അങ്ങേര് വന്നു കഴിഞ്ഞാൽ എന്തെല്ലാം കാര്യങ്ങളാണ് സംസാരിക്കണേ. കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി. എന്നാ കേൾക്കുന്ന നമ്മുടെ ആളുകൾക്കുണ്ടോ ഇത് വല്ലതും മനസ്സിലാവോ? അതുകൊണ്ട് അങ്ങേരുടെ പാർട്ടിക്ക് ആൾ കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ ആൾക്കാർ അങ്ങേരെ കണ്ടാൽ അന്നേരം എസ്കേപ്പ് ചെയ്യും. ചേട്ടാ, അങ്ങേർക്ക് ഇച്ചിരി വിവരം ഉണ്ടെന്നും പറഞ്ഞ് അയാളൊരു സയൻറ്റിസ്റ്റാ. അപ്പം അതിനെക്കുറിച്ചല്ല പിന്നെ എന്തതിനെ കുറിച്ച് അയാൾ സംസാരിക്കുന്നത്? ഇതൊക്കെ ആയാലും ഇടയ്ക്കിടയ്ക്ക് ഓരോരോ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നതുകൊണ്ട് അങ്ങേർക്ക് എന്നോട് വലിയ കാര്യമാണ്. ഒന്നും അല്ലെങ്കിൽ ഇവിടുത്തെ പള്ളി പൊളിറ്റിക്സും അസോസിയേഷനുകളുടെ പൊളിറ്റിക്സിനൊക്കെ ഇടയ്ക്ക് ഇത്തരം ചില കാര്യങ്ങളൊക്കെ കേൾക്കുന്നത് നല്ലതാണ്. ഒന്നും അല്ലെങ്കിലും കുറച്ച് വിവരമെങ്കിലും ഉണ്ടാവുമല്ലോ. പക്ഷെ ഇത്രയും വിവരമുള്ള മനുഷ്യൻ അവളുടെ വലയിൽ എങ്ങനെ വീണു എന്നുള്ളതാ എൻ്റെ അതിശയം. അത് കല്യാണക്കാരും വരുമ്പം എല്ലാ ആണുങ്ങളും വിട്ടികളാടി. നീ അവർ വന്നതാന്ന്. നീ ഒരു കാര്യം ചെയ്യ്, അവരുമായിട്ട് സംസാരിച്ചിരി. ഞാൻ ഈ നേരത്ത് പോയി കുറച്ച് ചായ ഇടാം. ഇല്ല, ഞാനിടാം. വേണ്ട കണി, ഞാനിടാം. എടാ കൊച്ചുഞ്ഞേ, ആരാടാ അവിടെ താഴെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നേ? ആ പണിക്കാരൻ ചേർക്കാൻ പറ്റുവാണോ? എൻ്റെ പൊന്നപ്പച്ച, അവനെ കയറി അങ്ങനെയൊന്നും വിളിച്ചേക്കരുത്. അവൻ വലിയ അഭിമാനിയാ. അതാ ജേക്കബ് എംബ്രാന്തിരിയും ഭാര്യ. അതെന്നാടാ ഈ ജേക്കബ് എംബ്രാന്തിരി? അതൊരു വലിയ കഥയാ. ഈ എംബ്രാന്തിരിയുടെ ഭാര്യയുടെ പേര് ഷൈനി എന്നാ. അവൾ നമ്മുടെ കൂട്ടത്തിൽപ്പെട്ടതാ. അവൾക്ക് ഇവിടുത്തെ ഒരു ബാങ്കിലായിരുന്നു ജോലി. ഈ എംബ്രാന്തിരിക്ക് ആ ബാങ്കിലായിരുന്നു അക്കൗണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ബാങ്കിൽ പോയി 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 അവർ തമ്മിൽ അങ്ങ് കെട്ടി. അങ്ങനെ ഗോപി എംബ്രാന്തിരി ജേക്കബ് എംബ്രാന്തിരി ആയി. കൊള്ളാമല്ലോടാ. എന്നാ എനിക്ക് ആ ഷൈനിനെ ഒന്ന് കാണണമല്ലോ. അവിടെ തന്നെ. അയ്യടാ, ഷൈനിയെ കാണാൻ പറ്റിയ ഒരു കോലം. അപ്പച്ചനൊരു കാര്യം ചെയ്യ്, ആദ്യം പോയി കുളി, എന്നിട്ടൊരു ഉടുപ്പൊക്കെ ഇട്ടോണ്ട് താഴോട്ട് പോവാ. എടാ, ഈ തലയിൽ മുഴുവൻ ഡൈ വരുത്തിയിരിക്കുമല്ലേ, അത് കഴുകിയാൽ പോകില്ലേ? അത് ചൂടുവെള്ളം ഒഴിച്ചാൽ പോലും പോകില്ലാത്ത ഡൈയാ. നല്ലതല്ലേ, ഞാൻ മേടിച്ച് തരുള്ളൂ. അപ്പച്ചൻ പോയി കുളി. അപ്പൊ ശനിയാഴ്ച എല്ലാരും കൂടെ അങ്ങ് വന്നേക്കണം. പിന്നെ തീർച്ചയായിട്ടും. ആഹാ, ജോർജാണ് ഇവിടെ ചായ ഇടയിലൊക്കെ. അങ്ങനെ ആയിരുന്നു എന്ത് നല്ലതായിരുന്നേനെ. അതിപ്പോ ബിരിയാണി ഉണ്ടാക്കുന്നതിനിടയിൽ ഒരു 2-3 ചായ ഉണ്ടാക്കാന്ന് പറയണൊന്നും വലിയ കാര്യമൊന്നുമല്ല. ചുമ്മാതാ ഷൈനി, ബിരിയാണി പോയിട്ട് ചോറ് വെക്കുന്ന എങ്ങനെയാന്ന് പോലും ആർക്കറിയല്ല. ഞാൻ നാട്ടിൽ പോയിരുന്ന സമയത്ത് തന്നെത്താനെ ആയിരുന്നല്ലോ വെപ്പും കുടിയും എല്ലാം. തിരിച്ചു വന്നപ്പോൾ ആളുടെ ഒരു കോലം കാണേണ്ടതായിരുന്നു. ഇവിടെ സയൻസ് മാഗസിൻ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടല്ലേ? അത് അപ്പച്ചനൊന്ന് പ്ലെയിനെ കയറി കഴിഞ്ഞതിന് ശേഷം ഈ വീട് നിറച്ച് മാഗസിനാ. അതെന്താ? അത് അപ്പച്ചന് ബോറടിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ എയർപോർട്ടിൽ നിന്ന് 3-4 മാഗസിൻ മേടിച്ചു. അതിനെക്കുറിച്ചാ. അപ്പച്ചൻ സയൻസ് മാഗസിൻ വായിക്കുന്ന കൂട്ടത്തിലാണോ? അത് നല്ല പടമൊക്കെ കാണുമ്പം അപ്പച്ചൻ ആ പേജ് ഒന്ന് ഓടിച്ചു നോക്കും, അത്രേ ഉള്ളൂ. ഇതിപ്പം അപ്പച്ചൻ ഇതെല്ലാം വായിച്ചു കഴിഞ്ഞാൽ സാറിന് വേണേ എടുത്തോ. ഈ ട്രെയിനിൽ പോകുമ്പോൾ വായിക്കാമല്ലോ, ജോലിക്ക് പോകുമ്പോഴേ. ഞാൻ ആ സിറ്റിയിലെ ജോബ് റിസൈൻ ചെയ്തു. അവിടെ പുതിയ റിസർച്ച് ഒന്നുമില്ല. ഞാനിപ്പോൾ ഇവിടെ ജേഴ്സിയിലുള്ള നാഷണൽ ലാബിൽ ജോയിൻ ചെയ്തു. അവിടെ ആകുമ്പോൾ സാലറി അല്പം കുറവാണ്, പക്ഷെ പ്രോജക്റ്റ് വളരെ ഇൻട്രസ്റ്റിംഗ്. അത് ശരിയാ. നമുക്ക് നമ്മുടെ ജോലി മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു കാര്യമാണ്. അത് നന്നായി. Where is my business card? Honey, where is my business card? അത് ആ ഗ്രേ സൂട്ടിലെങ്ങാനും കാണുന്നേ. കേട്ടോ റിൻസി, ഒരു 100 സൂട്ടുണ്ട്. ഓരോ ഒക്കേഷൻ അനുസരിച്ച് ഡ്രസ്സ് ചെയ്യണ്ടേ. അല്ലാതെ നമ്മുടെ ആൾക്കാരുടെ കൂട്ട് ഈ കല്യാണത്തിനും പള്ളിയിലും ഒക്കെ ഒരേ സൂട്ടാ. നമുക്കത് പറ്റുമോ? നാട്ടിൽ പോയിട്ട് സാരിയൊന്നും വാങ്ങിച്ചില്ലേ? ഓ, പെട്ടിയ സ്ഥലം ഇല്ലാഞ്ഞോണ്ട് 8-10 എണ്ണം മേടിക്കാൻ പറ്റിയുള്ളൂ. നമുക്കൊന്ന് കാണാം, വാ. ഓ എൻ്റെ സാറേ, ഗ്യാസിനും മറ്റും ദിവസം തോറും വില കൂടണേ. ഇന്നലെയാണ് എൻ്റെ ആ ചെറിയ കാറിനകത്ത് നിറച്ച് ഗ്യാസ് അടിച്ചപ്പോൾ ഉണ്ടല്ലോ,
$60. ഇങ്ങനെയാണെങ്കിൽ ഇപ്പൊ അത് തീർന്നു കഴിഞ്ഞാൽ നടന്നവറ്റ പോകാം, അല്ലാതെ രക്ഷയില്ല. ഓ, ഞങ്ങളുടെ പ്രോജക്റ്റിനെ കുറിച്ച് ഇതിൽ എഴുതിയിട്ടുണ്ട്. ഇലക്ട്രോൺ ആക്സിലറേറ്റർ. ഇത് വായിച്ചോ? ഞാനൊന്ന് ഓടിച്ചു വായിച്ചു. ഇറ്റ് ഇസ് വെരി ഇൻട്രസ്റ്റിംഗ്. ഇത് ചെയ്യാനായി അങ്ങ് ഈ ഫ്രാൻസിൽ ഒരു ഗ്രാമം മുഴുവൻ മൈലുകളോളം ടണൽ കുഴിച്ചിട്ടിരിക്കുകയാണ്. അല്ല, ഈ കുഴിച്ചു വരുമ്പോൾ നമ്മുടെ പ്ലേറ്റെ തട്ടാൻ നോക്കണം. അല്ല, ഭൂമി ഇരിക്കുന്ന ഒരു പ്ലേറ്റിലാണല്ലോ. ആ പ്ലേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുമ്പോഴല്ലേ ഈ ഭൂമി കുലുങ്ങുന്നത്. ഈയിടെ നമ്മുടെ ചൈനയിലുണ്ടായത് സാർ അറിഞ്ഞില്ലേ? ഓ, എന്നാ ഒരു കുലുക്ക എൻ്റെ സാറേ. കഴിഞ്ഞ ദിവസം ഞാൻ ആ പത്രത്തിൽ കണ്ടപ്പോഴാണ് ഈ വിവരം അറിഞ്ഞത്. ദാറ്റ് ഈസ് ജിയോളജി. ഐ ആം ടോക്കിംഗ് അബൌട്ട് ദ ഫിസിക്സ്. അല്ല, ഈ കുഴിക്കുമ്പം ജിയോളജിക്കും ദോഷം വരരുത്. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ രണ്ട് കൂട്ടർക്കും അതുകൊണ്ട് ദോഷം വരരുത്. അതുകൊണ്ട് പറഞ്ഞെന്നേ ഉള്ളൂ. ഷൈനയുടെ മുഖത്ത് എന്താണ്ട് ഒരു വ്യത്യാസം ഉണ്ടല്ലോ. ഓ, നീ അത് നോട്ട് ചെയ്തല്ലേ? അതെ, ഞാൻ ഈ ഒരു ഏജ് ഡിഫൈങ് ലോഷൻ പറ്റുന്നുണ്ട്, അതിൻ്റെയാ. ഇന്നാളൊരു പാർട്ടിക്ക് ഞാനും ജേക്കബും കൂടി ഒരുമിച്ച് പോയപ്പം അത് കണ്ടിട്ട് ഒരാൾ ചോദിക്കുക ജേക്കബിൻ്റെ മോളാണോന്ന്. ഞാനങ്ങ് വല്ലാണ്ടായിപ്പോയി. എപ്പോഴും പറയും ഞാനൊന്ന് ഡൈ ചെയ്യുന്നു. എവിടുന്ന ഇതിനൊക്കെ നേരം? ഈ എപ്പോഴും ഒരു പുസ്തകം വായന. ഇതൊരു പ്രസ്റ്റീജിയസ് പ്രോജക്റ്റ് ആയതുകൊണ്ടുള്ള പ്രശ്നങ്ങളായതൊക്കെ. ഈ പ്രോജക്റ്റ് അങ്ങ് യൂറോപ്പിൽ നിന്നും ഇവിടെ നാസയിൽ നിന്നുമുള്ള കുറേ സയൻറ്റിസ്റ്റുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എന്താ പ്രശ്നം? എപ്പോഴും ഡേറ്റയെക്കുറിച്ച് ആർഗ്യുമെൻറ്റ്, കുറച്ചൊക്കെ പൊളിറ്റിക്സ് ഉണ്ട്. എനിക്കാണെങ്കിൽ ഐ എം വെരി ബാഡ് വിത്ത് പൊളിറ്റിക്സ്. പൊളിറ്റിക്സിൻ്റെ കാര്യം പറയാതിരിക്കുക നല്ലത്. ഞങ്ങളുടെ ഓഫീസിലാണ് എപ്പോഴും പൊളിറ്റിക്സാണ്. അതായത് ഞാനൊരു കവർ അയച്ചാൽ അതും സ്റ്റാമ്പ് ഒട്ടിച്ചതാന്ന് ഓർക്കണം. ചുമ്മാ അങ്ങ് പോസ്റ്റ് ചെയ്താൽ മതി. പക്ഷെ ആ ഡെസ്പാച്ചിലിരിക്കണ ചാക്കോ ഉണ്ടല്ലോ, ഇക്കിളി ചാക്കോ, അവൻ്റെ കമ്പ്യൂട്ടറിൽ ഇത് വരാതെ അവനത് പോസ്റ്റ് ചെയ്യല. എന്നാ ചെയ്യാനാ? പട്ടൊന്നും വാങ്ങിച്ചില്ലേ? ഓ, കോട്ടയത്ത് പോയപ്പം എക്സ്പെൻസീവ് ആയ പട്ടൊന്നും ഞാൻ കണ്ടില്ല. അപ്പൊ കൊച്ചി പോകാന്ന് വിചാരിച്ചപ്പോ എവിടാ സമയമൊന്നേ. ഓ, കൊച്ചി പോകാഞ്ഞ നന്നായി. ഞാൻ 2 പട്ടുസാരി മേടിക്കാൻ കയറി ഇറങ്ങാത്ത സ്ഥലമില്ല. അവസാനം കാഞ്ചീപുരത്ത് പോയാ 8-10 സാരി ഞാൻ വാങ്ങിച്ചത്. ഇതൊരു ഇലക്ട്രോൺ ആക്സിലറേറ്റർ ആണെന്ന് ഓർക്കണം. ഞാൻ ഇതിലൂടെ നോക്കിയിട്ട് സാറിൻ്റെ കണ്ണ് മാത്രമേ കാണുള്ളൂ. ഇലക്ട്രോൺസ് ഇതിൻ്റെ 2 ഭാഗത്തുനിന്നും വന്ന് ഏകദേശം മധ്യത്തിലാവുമ്പോൾ കൊളോഡി ചെയ്യും. ദാറ്റ്സ് ദ പ്രോസസ്. ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. ബട്ട് ഓൺലി പ്രോബ്ലം ഇസ് ദാറ്റ് ദ പ്രോസസ് ഇസ് വെരി എക്സ്പെൻസീവ്. അങ്ങനെ വല്ലതും വന്ന് ഈ പ്രോജക്റ്റിനെ ടെർമിനേറ്റ് ചെയ്യുമെന്ന് എൻ്റെ ഭയം. അതിനെന്തിനാ പേടിക്കണത്? ഈ ഇലക്ട്രോൺസ് വാങ്ങിക്കുമ്പം അത് ബൾക്കായിട്ട് മേടിക്കണം. ഞാൻ എൻ്റെ കമ്പനിയിൽ ഈ കവർ മേടിക്കല്ലേ, എൻവലപ്പ്, അത് ബൾക്കായിട്ടാണ് മേടിക്കണേ. എന്നാ വില വ്യത്യാസമാണെന്നറിയാവോ? ആ, അപ്പച്ചൻ ഇതുമായിട്ട് നടക്കുകയാണോ? ഞാൻ ഈ ഫ്ലവേഴ്സ് എവിടെ എല്ലാം തപ്പിയെന്ന് അറിയുമോ? ഇതല്ലേ ഇപ്പൊ എന്റെ കോളാമ്പി. പുറത്തെങ്ങാനും തുപ്പാൻ പറ്റുമോ? അപ്പച്ച, ഇതാ ഷൈനി. ഓ, ഇതാണോ ഷൈനി? ആ പ്രേമിച്ച് കെട്ടിയ കൊച്ചല്ലേ? കൊച്ചുകുഞ്ഞ് നല്ല ഉടുപ്പിട്ട് വരണേ എന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു വല്ല ചെറുപ്പക്കാരത്തെ മറ്റുമായിരിക്കുമെന്ന്. ഈ മാസം എന്തുമാത്രം ചെലവാ. ഈ മാസം എല്ലാ ശനിയാഴ്ചയും ഹോളി കമ്പനിനാണ്. ഒരു പാർട്ടിക്ക് $50 വെച്ച് കൊടുക്കണ്ടേ? അല്ല, $50 വെച്ച് കൊടുത്താലും 4 പേര് ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ ഒരു $40 മുതലാക്കാം. പിന്നെ പോയിട്ട് $10 അതിനുള്ള കള്ളും കുടിക്കാം. എന്താ കണക്ക് കൂട്ടുന്നത്? ഷൈനിയുടെ കൊച്ചിന് എത്ര $ന്റെ ചക്ക കൊടുക്കണ്ടേ? ഒരു $200 എങ്കിലും കൊടുക്കണം. $200? അതെവിടുത്തെ കണക്കാടി? അവളുടെ അനിയത്തിയുടെ മോന്റെയും ഹോളി കമ്മ്യൂണിയും നന്ന 2 പേരാ ഉള്ളത്. പിന്നെ നമ്മുടെ മോടെ പാർട്ടിക്ക് വന്നപ്പോൾ അവർ $100 കൊടുത്തത്. അതിൽ കൂടുതൽ ഡെഫിനറ്റ്ലി കൊടുക്കണം. $100 കൂടുതൽ കൊടുക്കണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഒരു 101ന്റെ ചക്കം എഴുതാം, അത് മതി. ഒന്ന് ചുമ്മാ ഇരിയാച്ചാ. 200 അല്ല, $200 കൊടുക്കുമ്പം അതിനൊപ്പിച്ച് കള്ള് കുടിച്ചാൽ ആംബുലൻസ് വിളിക്കേണ്ടി വരും എന്നെ വീട്ടിൽ കൊണ്ടുവരാൻ. ദേ, ചുമ്മാ ഓവർ ആക്കരുതേ. ബാക്കി പരിപാടികൾ പോലെ അല്ല ഇത്. വലിയ വലിയ ആൾക്കാർ വരുന്ന പാർട്ടിയാ. ആ ടൗണിന്റെ മേയറും വരുന്നുണ്ടെന്നാ ഷൈനി പറഞ്ഞത്. പിന്നെ മേയർ, അത് എല്ലാ പള്ളി കമ്മിറ്റിക്ക് അവൾ ചാടിയേറ്റെന്ന് പറയും. ഞാൻ മേയറെ കൊണ്ടുവരുമെന്ന്. അവസാനം വരുമ്പോൾ മേയറുടെ ഓഫീസിൽ ഏതെങ്കിലും ഒരു പിയൂണായിരിക്കും. അച്ഛനാണെങ്കിൽ പിന്നെ ഏതെങ്കിലും ഒരു വെളുത്ത തൊലി കണ്ടാൽ മതി, അവനോട് തിരികെ എത്തിച്ചോളാൻ പറയുകയും ചെയ്യും. ഇന്നലെ ഇവിടെ വന്നപ്പം അവളുടെ ഒരു പൊങ്ങച്ചം പറിച്ചില്ലേ, കാഞ്ചീപുരം പട്ട്.
ഞാനും ഇത്തവണ വിട്ടുകൊടുക്കുന്നില്ല. ആ എഡിസണിൽ പോയി ഞാനും ഒരു പുതിയ സാരി മേടിക്കാൻ പോവാം. പിന്നെ ആ സൂട്ട്, നമ്മുടെ കല്യാണത്തിന് മേടിച്ച സൂട്ടല്ലേ അത്, നമ്മളെയും കൂടെ ചേർത്ത് അവളെ വെച്ചത്. അവളത് പറഞ്ഞപ്പോൾ എൻ്റെ തൊലി ഉരിഞ്ഞു പോയി. എൻ്റെ സൂട്ടിന് എന്താടി കുഴപ്പം? ഇവിടുന്ന് മീറ്ററിന് $20 മേടിച്ച് നാട്ടിൽ അയമനത്തെ കമല ടൈലേഴ്സ് തയ്പ്പിച്ചത് അറിയൂ. അത് നിനക്കറിയോ? ബ്രിട്ടീഷുകാർക്ക് പോലും തുന്നി കൊടുത്തിട്ടുള്ള ബാർബറാ പുള്ളി, അല്ല ടൈലറാ പുള്ളി. ഏതായാലും അച്ഛൻ ഒരു സൂട്ട് മേടിക്കുന്നു. ആ ജേക്കബിനെയൊക്കെ കണ്ടില്ലേ, എല്ലാ ഒക്കേഷനും ഓരോ സൂട്ട്. ഇത് എല്ലാത്തിനും ഒരു ബർത്ത്ഡേക്കും മരണത്തിനും എല്ലാം ഒരു കറുത്ത സൂട്ട്. എടി അതിനനുസരിച്ച് ഞാൻ ടൈം മാറ്റണില്ലേ, പിന്നെ എന്നാ കുഴപ്പം? ടൈ ആ നരച്ച സൂട്ട് വിട്ട് എൻ്റെ കൂടെ വരണ്ട. ഓ, നിനക്ക് അത്ര വലിയ കുറച്ചിലാണെങ്കിൽ ഞാൻ വരുന്നില്ല, നീ തന്നെ അങ്ങ് പോകൂ. ഒരു സൂട്ട് അങ്ങ് മേടിക്കണ്ട അച്ചായോ, പ്ലീസ്. നാളെ ആണെങ്കിലും ഇടാവല്ലോ. എടി ഈ മാസം ഗിഫ്റ്റ് മാത്രം കൊടുക്കാനായി എത്ര $1 വേണം നിനക്കറിയാവോ? അതിന് തന്നെ ലോൺ എടുക്കേണ്ട അവസ്ഥയാണ് എനിക്ക്. പെണം കണ്ട ഒരു കാര്യം ചെയ്യാം, ഞാൻ ആ മേസീസിലൊന്ന് പോയി ഒരു സൂട്ടിങ് മേടിക്കാം. പക്ഷേ പരിപാടി കഴിയുമ്പോൾ ഞാനങ്ങ് തിരിച്ചു കൊടുക്കും. എന്നിട്ട് പിന്നെ മഞ്ഞ പറയരുത്, അല്ലാതെ കാശ് കൊടുത്ത് മേടിക്കാനൊന്നും എന്നെ പറ്റിയല്ല. എന്തേലും ആട്ടെ. അപ്പം അപ്പച്ചനെ എന്തു ചെയ്യും? അപ്പച്ചനെ എന്നാ ചെയ്യാനാ? നമ്മൾ പാർട്ടിക്ക് കൊണ്ടുപോകും. $200 കൊടുക്കണമല്ലേ, പുള്ളിയും പോരട്ടെ. അത് വേണോ? ചേട്ടാക്കി ഈ പഴഞ്ചൻ മയക്കങ്ങ് കളയാൻ സമയമായില്ലേ? പഴഞ്ചനോ? എടാ പണ്ട് വീസായ്ക്ക് വേണ്ടിയിട്ട് മദ്രാസിന് പോകാൻ വേണ്ടി മേടിച്ച ബാഗാ. ഇതങ്ങനെ പെട്ടെന്നൊന്നും ഞാൻ കളയത്തില്ല. ആ ചോടെ കഴിയട്ടെ, കാണാൻ കൊള്ളാത്തതെല്ലാം ഞാൻ മാറ്റണുണ്ട്. എടാ ഗിരിഗിരി, ഈ ശനിയാഴ്ച നിനക്കെന്നാ പരിപാടി? വൈകുന്നേരം വീട്ടിലേക്കൊന്ന് വരാമോ? അതെന്നാത്തിനാണ്? ഡിന്നർ കഴിക്കാനാണോ? ഡിന്നർ കഴിക്കാനാണ്. ഇപ്പം നിന്നെ പ്രത്യേകിച്ച് വിളിക്കേണ്ട കാര്യമുണ്ടോ? ഇതൊന്ന് കൂട്ടിരിക്കാനാ. ഓ അതിനാണോ? അത് ഞാനും മത്തായി കുഞ്ഞും കൂടെ വീഡിയോ ഗെയിം കളിച്ചോണ്ടിരുന്നോളാം. നീ ആർക്ക് കൂട്ടിരിക്കാനാന്നാ ഓർത്തേ? എടാ അപ്പച്ചനാ. അതായത് ഞാനും റിൻസിയും എല്ലാം കൂടെ കൂടി ആ ഷൈനിയുടെ ഒരു പാർട്ടിക്ക് പോവാം. അപ്പച്ചനെ കൊണ്ടുപോകണില്ല, അതുകൊണ്ട് അപ്പച്ചനെ കൂട്ടിരിക്കാനാ. ഓ അപ്പച്ചനാണോ? അത് ശനിയാഴ്ച എനിക്ക് ഫ്രെഡിയുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി വിചാരിച്ചിരിക്കുമായിരുന്നു, ആ സ്റ്റാർ നൈറ്റ് പ്രോഗ്രാം കാണാൻ. എടാ സ്റ്റാർ നൈറ്റ് കാണാൻ ഇപ്പോൾ ഫ്രെഡിയുടെ വീട്ടിൽ വരെ പോകണം എന്തിനാ? നമ്മുടെ വീട്ടിലില്ലേ ടി വിയും ഒക്കെ, നീ അവിടെ ഇരുന്ന് കണ്ടാൽ പോരെ. അങ്ങനെ ആകുമ്പം ഞങ്ങൾക്കും അതൊരു പ്രയോജനമാകിയല്ലേ. ഓ അതാണോ? അപ്പച്ചന് എന്നെ അത്രയ്ക്ക് ഇഷ്ടമില്ല. അതൊക്കെ നിനക്ക് തോന്നുന്നതാടാ. അപ്പച്ചന് നിന്നോട് വലിയ കാര്യമാണ്. കഴിഞ്ഞ ദിവസം എന്നോട് ചോദിക്കുക, എന്താ കൊച്ചു കുഞ്ഞെ, നീ ഈ ചെറിയ ശമ്പളം കൊടുത്ത് ആ കൊച്ചനെ എങ്ങനെയാടാ ജീവിക്കണമെന്ന്. അപ്പോൾ പിന്നെ അതിന് സ്നേഹമില്ലാഞ്ഞിട്ടാണോ അങ്ങനെ ചോദിച്ചത്? അതിന് സ്നേഹമെന്നല്ല പറയുന്നത്, മനസാക്ഷി എന്നാ. അല്ലേ ചേട്ടായി? ചേട്ടായി എനിക്ക് ഈ മാസം തൊട്ടും സാലറി കൂട്ടി തരാമെന്ന് പറഞ്ഞിട്ട് എന്നായി? ആനക്കാര്യത്തിന് ഇടയ്ക്ക് അവൻ്റെ ഒരു ചേനക്കാര്യം. എടാ അതൊക്കെ തരാം, നിനക്കിപ്പോൾ വരാൻ പറ്റുമോ? നീ അങ്ങ് വാ. ഏതായാലും എടീ ദേ നാളത്തെ കാര്യങ്ങളെല്ലാം റെഡി. അപ്പച്ചനെ നോക്കാൻ ഗ്രിഗറി എത്തിക്കോളും. ദേ സൂട്ട ഇനിയിപ്പോൾ അതിൻ്റെ ഇല്ലാത്തതുകൊണ്ട് നിനക്ക് കുറച്ചിൽ വേണ്ട. അതിന് കൈയിട്ട് അതിൻ്റെ ടാഗ് പറിക്കരുത്, അത് മടക്കി വെച്ചാൽ മതി, തിരിച്ചു കൊടുക്കാനുള്ളതാ. ഒരു പിശുക്ക, കാശില്ലാത്തതുപോലെ. അല്ല കാശ് ശകലം വരാനുണ്ട്, അതുകൊണ്ടാ. നിന്നെ കിട്ടിയപ്പോൾ ശ്രീധരൻ കിട്ടിയ കാശ് ബാങ്കിൽ കിടക്കുക, അതിൻ്റെ ഈ മാസത്തെ പലിശ ഇങ്ങ് വന്നില്ല. അത് വന്നിട്ട് വേണം ആ കൊറോള മാറ്റി ഒരു ബെൻസ് മേടിക്കണം. പിന്നെ ബാക്കിയുള്ള കാശുണ്ടെങ്കിൽ അതുകൊണ്ട് റെഡി കാശ് കൊടുത്ത് ഞാൻ ഇവനെ അങ്ങ് മേടിച്ചോളാം. ഇപ്പം തൽക്കാലം തിരിച്ചു കൊടുക്കട്ടെ കേട്ടോ. പിള്ളേരെന്ത് ചേടി? അവരൊരുങ്ങി കാറയിൽ ഇരിപ്പുണ്ട്. ഇത് ഇവൻ എവിടെ പോയി കിടക്കുക പോലും, ഇവനെ കാണുന്നില്ലല്ലോ. ഞാൻ മുങ്ങിയോ? അവൻ ബസ്സും പിടിച്ചിങ്ങി വരണ്ടേ. ആ ദേ വന്നല്ലോ. ഓ നീ എവിടെയായിരുന്നടാ, ഞാൻ പേടിച്ചു പോയി. അപ്പം ഞങ്ങൾ പോവാ. നിങ്ങൾ അതേ ഫ്രിഡ്ജിൽ ഭക്ഷണമൊക്കെ ഇരിപ്പുണ്ട്, ആ സമയത്തെടുത്ത് ചൂടാക്കി കഴിച്ചോണം കേട്ടോ. കാല് വെക്കുന്ന സാധനം ഇവനെടുത്തോണ്ട് പോയോ? നീ ആള് കൊള്ളാമല്ലോടാ. വൈടാ അവിടെ. ചേട്ടാ ഈ പെട്ടെന്നേക്ക് പോന്നേക്കണം, ഞാനിവിടെ ഒറ്റയ്ക്കാനുള്ള കാര്യം ഓർമ്മ വേണം. നീ ഒറ്റയ്ക്കാണെങ്കിൽ ഞാൻ അപ്പച്ചനില്ലേ ഇവിടെ? അതാ പറഞ്ഞ, അപ്പച്ചനായിട്ട് ഞാൻ ഒറ്റയ്ക്കാണെന്നാ പറഞ്ഞ. ഞങ്ങൾ കഴിയുന്ന പെട്ടെന്ന് വന്നേക്കാം. നിങ്ങൾ TV കണ്ടോണ്ടിരുന്നോ? എന്നാ പോയിട്ട് വരാം. ചേട്ടേ
ഞാനിപ്പം കണ്ടില്ലായിരുന്നേ ചേട്ടായി നാളെ കൊണ്ട് പോയ നീ അത് കുറച്ചോ? അയ്യോ എന്നതാടാ ടി വിയില്? സ്റ്റാർ നൈറ്റാ. ഓ, നീ പതുക്കെ പറഞ്ഞാ മതി. ചെവി കേൾക്കാൻ പറ്റാത്ത പ്രായമൊന്നും എനിക്ക് ആയിട്ടില്ല. നിന്നെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോടാ. അതെ, ഞാൻ അപ്പച്ചനെ പിക്ക് ചെയ്യാൻ വന്നില്ലേ അങ്ങ് എയർപോർട്ടിലാ. നീ അയമനത്തെങ്ങാനും വന്നിട്ടുണ്ടോ? ഇല്ല. നിന്റെ നാട് എവിടെയാ? നാട്ടിൽ ഞാൻ മാട്ടുപേറ്റയല്ല. ഓ, അതൊരു വല്ലാത്ത കാട്ടുമുക്കാണല്ലോടാ. അവിടെ കറണ്ടൊക്കെ എത്തിയോ? ഹ, അതാ നിനക്ക് ഈ ടി വി കാണാനുള്ള ഇത്ര ആക്രാന്തം. പിന്നെ അയമനെ ഏതാണ്ട് ന്യൂയോർക്ക് സിറ്റി അല്ലേ? നീ എന്താടാ പറഞ്ഞേ? അതെ, പോസ്റ്റൊക്കെ ഇട്ട് തുടങ്ങി. ഇനി കമ്പി വലിച്ചാൽ മതി. ആ വേറെ കാരൻ്റെ അമേരിക്കയിൽ വന്ന് അന്ന് തുടങ്ങിയിട്ട് എന്നോട് എൻ്റെ ഡാഡി പറഞ്ഞാക്കണതാണ് ഒരു ഔൺസ് കഴിക്കണം. എടാ, നീ അതുമേ പിടിച്ച് ഞെക്കി ഞെക്കി കേടാക്കാതെ അവിടെ താഴെ പോയി. ഞാൻ അത് വലിയ വില പിടിച്ചോടെ സാധനമാണ്. എടാ, ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കണമെന്ന് വെച്ചു. എടാ, നീ ഇവിടെ എങ്ങനെ എത്തിപ്പറ്റി? എൻ്റെ ചേച്ചി ഇവിടെയാ. ഞാൻ ഗ്രീൻ കാർഡ് ഫയൽ ചെയ്ത് വന്നതാ. ആ, അത് കൊള്ളാമല്ലോടാ. ഞാൻ പേപ്പറിലൊക്കെ വായിച്ചു, അതുകൊണ്ട് ചോദിച്ചാ. പലരും ഇവിടെ വിസിറ്റിംഗ് വിസയിലും കള്ള വിസയിലൊക്കെ ഒന്ന് കറങ്ങിയെടുത്ത് നടക്കണ്ടേ, അതുകൊണ്ട് ചോദിച്ചതാ. അപ്പം നീ ഇവിടെ ഒറ്റയ്ക്കാണോ താമസം? അപ്പോഴേ തീറ്റയും കുടിയൊക്കെയോ? അതെല്ലാം ഞാൻ തന്നെ ഉണ്ടാക്കുന്നത്. ഞാൻ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കും, കോഫി ഉണ്ടാക്കും, ചായ ഉണ്ടാക്കും. അത് കൊള്ളാമല്ലോടാ. എന്നാൽ നീ ഒരു കാര്യം ചെയ്യ്. നീ പോയി കടുപ്പത്തിലൊരു ചായ എടുത്തിട്ട് വാ. മധുരം കുറച്ച് മതി. നീ ആ കുന്തറാനൊക്കെ അവിടെ വെച്ചേ. ചെല്ലേ പോ. ഇത് എന്നെ ചായടാ അത്? ഞാൻ പ്രത്യേകം പറഞ്ഞല്ലേ നല്ല കടുപ്പത്തിൽ വേണമെന്ന്. പിന്നെ ചായ മുഴുവൻ കുടിച്ചു തീർത്ത് എന്നിട്ട് പറയാം കടുപ്പത്തിൽ വേണമെന്ന്. 2 ദിവസമായിട്ടേ ഈ പ്ലെയിനിൽ അടുപ്പിച്ച് ഇങ്ങനെ ഇരുന്ന കാരണം കാലിന് ഭയങ്കര നീരാ. നീ ഒരു കാര്യം ചെയ്യ്. നീ പോയി എൻ്റെ മുറി പോയി ആ ചുമന്ന പെട്ടിയുടെ സൈഡിൽ ഒരു കുപ്പിയിട്ടുണ്ട് കുഴമ്പ്, അതിന് എടുത്തോണ്ട് പോന്നേ. അപ്പം ഇത് തീർന്നില്ല. ഇത്ര കുടിച്ചാൽ മതി. നീ ചെല്ലാ കുഴമ്പെടുത്തിട്ട് വാ. ഒന്ന് അനങ്ങി ചെല്ലടേ ഇറക്കാൻ. നാരായണ ചേട്ടാ ഹാളിൽ നിന്നൊക്കെ മാറി ഇവിടെ വന്നെ ഒറ്റയ്ക്ക് ഒന്ന് അടിക്കുവാണോ? ആ, ഞാൻ ഒന്നിൽ കൂടുതൽ അടിക്കുന്ന കണ്ട അവൾ പ്രശ്നം ഉണ്ടാക്കും. അപ്പം ഞാൻ പതുക്കെ ഒന്ന് റിലാക്സ് ചെയ്തിട്ട് ഇവിടെ ഒന്ന് അടിക്കാമെന്ന് വിചാരിച്ചാണ്. ഒരു കണക്കിനാണ് നല്ലത്. കുടുംബ പ്രശ്നമില്ലല്ലോ. ജോർജ് പുതിയ കോട്ടൊക്കെ വാങ്ങിച്ചിട്ടുണ്ടല്ലോ. ഇത് കഴിഞ്ഞ ദിവസം ഞാൻ മേസീസിലൊന്ന് പോയി. അന്നേരം ഒരെണ്ണം നല്ലത് കണ്ടു, അങ്ങ് എടുത്തു, അത്രേ ഉള്ളൂ. മേസീസ് കുറച്ച് ചീപ്പറാണ്. ഞാനൊക്കെ ന്യൂയോർക്ക് സിറ്റിയിൽ നിന്നാണ് വാങ്ങിക്കുന്നത്. അവിടെ കുറച്ച് നല്ല ക്വാളിറ്റി കിട്ടും, വില കൂടുതലായാലും. ഒരു സൂട്ട് മേടിക്കാൻ വേണ്ടി സിറ്റി വരെ പോവാന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് അത്രമാത്രം ക്ഷമയൊന്നുമില്ല, അതുകൊണ്ടാണ്. കുറച്ച് കൂടുതൽ ഒഴിച്ചോടാ. ഈ കാലേ ഇത്രയൊക്കെ മതി. എടാ, ഇപ്പോൾ ഈ വിറവുള്ളി കല്ലിരിക്കുന്ന ഞാനുണ്ടല്ലോ. എടാ, എൻ്റെ നല്ല പ്രായത്ത് ഈ കാലും വെച്ച് എത്ര പേരെ തൊഴിച്ചിട്ടുള്ളോന്നറിയാമോ? നീ എന്താടാ ഈ പതുങ്ങി തിരുമണേ? എടാ, ഒന്ന് മുറുക്കി തിരുമടാ. ഇതിലിട്ട് ഇനി അമർത്തണോ? നല്ലപോലെ അമർത്തി തിരുമടാ. നീ ഒന്നങ്ങോട്ട് കുഴിഞ്ഞു തിരുമിയേ. ആ, അതെ, ഇപ്പോൾ നല്ല സുഖമുണ്ട്. അതുപോലെ മറ്റേ കാലൂടെ നല്ലപോലെ അങ്ങ് കുഴിഞ്ഞോട്ടെ. എടാ, നീ എന്നാ കുന്തറാണോടാ ഈ പെരട്ടിയത് എൻ്റെ കാലുമ്പോ? കാല് പുകയുന്നല്ലോടാ. അയ്യോ, ഇത് മോട്ടോർ ഓയിലാ. മോട്ടോർ ഓയിലോ? ഇതെങ്ങനെയാ അപ്പച്ചൻ്റെ പെട്ടി വന്ന്? ആ, എങ്ങോട്ടാ രാവിലെ? ഞാൻ ആ മേസീസിൽ പോയി ഈ സൂട്ട് തിരിച്ചു കൊടുത്ത് അതിന്റെ കാശ് മേടിച്ചോണ്ട് വരാം. എന്തിനാന്നേ? എല്ലാരും നല്ലതാന്ന് പറഞ്ഞതല്ലേ, അതങ്ങ് വെച്ചൂടെ? ആൾക്കാരൊക്കെ അങ്ങനെ പറയും. ഈ മാസത്തെ ബഡ്ജറ്റിന്റെ കാര്യം നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ. തൽക്കാലം ഇത് തിരിച്ചു കൊടുത്തിട്ട് കാശിങ് മേടിക്കാം. എന്നിട്ട് ജൂലൈ 4th സെയിൽ വരും, അന്നേരം പോയി ഉറങ്ങി മേടിക്കാം. ഇപ്പം ഞാൻ പോയിട്ട് വരട്ടെ.